ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീംവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സിൻ്റെ വീഡിയോയുമായിട്ടാണ്. ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തണുത്തു പോകുന്നു, അതുപോലെ അത്ര ക്രിസ്പി ആയി കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഈ ചിപ്സ് എത്രത്തോളം ക്രിസ്പിയാണെന്ന്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ചക്ക ചിപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക എടുക്കുമ്പോൾ നല്ല മൂപ്പെത്തിയ, അതായത് പഴുക്കാനായതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു ടൈമിലുള്ള ചക്ക എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല മൂപ്പെത്തിയ ചക്കയാണെങ്കിൽ ഇതേപോലെ ലൈറ്റ് യെല്ലോ കളർ, അതായത് ഒരു ക്രീം കളറിലാണ് ഉണ്ടാവുക. അതുപോലെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കനം കുറഞ്ഞ ചക്കച്ചുള എടുക്കുന്നതാണ് നല്ലത്. കട്ടി കുറഞ്ഞ ചക്കച്ചുളയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചക്ക വെട്ടിയെടുത്ത് ഇതുപോലെ ചുള പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ചക്ക നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് നല്ല വൃത്തിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുന്നൊന്നുമില്ല. വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിപ്സ് സോഫ്റ്റായി പോകും. അപ്പം ഞാൻ ഇതിലെ എല്ലാ ചുളയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നീളത്തിൽ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലതും പല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചക്കയിൽ ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് തളിച്ച് കൊടുക്കാനുള്ളതാണ്. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പത വരും. അത് പിന്നെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വന്നോളും. അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിത് അടികട്ടിയുള്ള ചട്ടിയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ചക്ക വറുത്തെടുക്കുമ്പോൾ അടികട്ടിയുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ ചക്ക പെട്ടെന്ന് തന്നെ ഒരേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മളെടുക്കുന്ന ചക്കച്ചുളയും കട്ടി കുറഞ്ഞതായിരിക്കണം. ഒരുപാട് കട്ടി കൂടിയ ചക്കച്ചുളക്ക് കുറച്ച് വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ കുറേ സമയമെടുക്കും ഫ്രൈ ആയി കിട്ടാൻ. ഇത് കട്ടി കുറഞ്ഞ ചക്കയായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഈ ചക്കയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് യെല്ലോ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ തവി വെച്ച് ഇളക്കുമ്പോൾ ഒരു ക്രിസ്പിയായി സൗണ്ട് ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പിയായി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉപ്പ് മഞ്ഞളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഈ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറ് കുറവുള്ള ചക്കയാണെങ്കിൽ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ചക്കക്ക് കളറ് കുറവായതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി താല്പര്യമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഉപ്പ് മാത്രം വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. നമുക്കത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് എന്ന്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
അപ്പം ഞാൻ അടുത്ത ബാച്ച് ചക്കയും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചക്ക ചേർത്ത് കൊടുത്താൽ പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ചക്ക പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മളുടെ ചക്ക നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഉപ്പ് മഞ്ഞളിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കരുത്. കുറച്ച് സമയം കൂടി ഇത് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി കിട്ടണം. ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ലതുപോലെ ക്രിസ്പിയായി ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ നമുക്കിത് നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. നമ്മളെടുത്ത ചക്ക കുറച്ച് കൂടുതലുള്ളതിനാൽ 4 തവണകളായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ചക്ക ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ്. ആ ഒരു നാടൻ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്ക് തന്നെയുള്ളൂ. ഇപ്പം നമ്മുടെ എല്ലാ ചക്കയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിപ്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചിപ്സ് കൈകൊണ്ട് ഒടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒടിഞ്ഞു വരണം, അല്ലാതെ കൈകൊണ്ട് ഒടിച്ച് നോക്കുമ്പോൾ ചതഞ്ഞു പോകരുത്. ചിപ്സ് കറക്റ്റായിട്ട് ക്രിസ്പിയായി കിട്ടിയത് കൊണ്ടാണ് ഇതുപോലെ ഒടിഞ്ഞു കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ചിപ്സ് എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് ജാറിലാക്കി വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും നഷ്ടപ്പെടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചക്ക ചിപ്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ പഴുത്ത ചക്ക വെച്ച് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ചക്ക ഐസ്ക്രീം, ചക്ക കേക്ക്, അതുപോലെ ചക്ക ഷേക്ക്, ഇതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.